Dear students, നമ്മൾ ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിൽ ട്രഡീഷണൽ മെത്തേഡ് ആൻഡ് മോഡേൺ മെത്തേഡ്സ് ഉണ്ട്. ട്രഡീഷണൽ മെത്തേഡിൽ എർജൻസി മെത്തേഡ്, പേ ബാക്ക് മെത്തേഡ് ആൻഡ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, ഈ 3 മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് മോഡേൺ മെത്തേഡ്സിൽ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് മെത്തേഡും നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് മെത്തേഡ് നമ്മൾ പറയുന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. സോ ആൻഡ് മോഡേൺ ടെക്നിക്കിൽ രണ്ടാമത്തെ മെത്തേഡായ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Under this method, the present value of all cash inflows is compared against the present value of all cash outflows. ഇപ്പം നമുക്ക് ദാറ്റ് ഈസ് ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ ഉണ്ടെങ്കിൽ അതിൽ എന്തുണ്ടാവും? ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും, ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാവും അല്ലേ. ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും. ഇനി ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലോ ഉണ്ടാവും അല്ലേ. ഫ്യൂച്ചറിൽ റിട്ടേൺ പ്രോഫിറ്റ് കിട്ടും. അതിനാണ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെറ്റ് പ്രസൻറ്റ് വാല്യൂവിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഈ ക്യാഷ് ഔട്ട്ഫ്ലോനെയും അതേസമയം ക്യാഷ് ഇൻഫ്ലോനെ, ദാറ്റ് മീൻസ് വാട്ട്, ഇൻവെസ്റ്റ്മെൻറ്റിനെ ആസ് വെൽ ആസ് ഇൻകത്തിനെ രണ്ടിനും നമ്മൾ എന്ത് ചെയ്യാണ്? അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുത്തിട്ട് അതിൻ്റെ കമ്പാരിസൺ ചെയ്യണം. ഓക്കെ, സോ അണ്ടർ ദിസ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഇൻഫ്ലോസ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഇൻഫ്ലോസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ ബെനിഫിറ്റ്സും ഇൻകത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രസൻറ്റ് വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അറ്റ് ദ സെയിം ടൈം ക്യാഷ് ഔട്ട്ഫ്ലോനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? പ്രസൻറ്റ് വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിനെ കമ്പാരിസൺ ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ഈസ് കോൾഡ് ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയുടെയും ക്യാഷ് ഔട്ട്ഫ്ലോയുടെയും ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയണത്? നെറ്റ് പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ NPV എന്ന് പറയുന്നത്. ഓക്കെ, in other words, the cash outflow, that is the initial investment, is deducted from the sum of the present value of future cash inflows. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ക്യാഷ് ഇൻഫ്ലോസിനെ എല്ലാം എന്ത് ചെയ്യും? അതിനെ പ്രസൻറ്റ് വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ടോട്ടൽ ചെയ്യുക, സം അപ്പ് ചെയ്യുക. എന്നിട്ട് ആ ടോട്ടലിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോൻ്റെ കൂടെ എന്ത് ചെയ്യാണ്? ഡിഡക്റ്റ് ചെയ്യാണ്. ആ ഡിഡക്റ്റ് ചെയ്ത് കിട്ടുന്ന റിട്ടേണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? NPV എന്ന് പറയുന്നത്. സോ ദ ബാലൻസ് എമൗണ്ട് ഇസ് ദ NPV. ദ NPV പറയുന്നത് മേ ബി ഐദർ പോസിറ്റീവും കിട്ടാം, നെഗറ്റീവും കിട്ടാം. ഓക്കെ, പോസിറ്റീവ് ആണെങ്കിൽ ഇഫ് ദ NPV ഈസ് പോസിറ്റീവ് ഇറ്റ് മീൻസ് ദാറ്റ് ദ ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് മോർ ദാൻ ദ ഡിസ്കൗണ്ടഡ് റേറ്റ്. ആക്ച്വൽ റേറ്റ് എന്താണ്? കൂടുതലാണ്, മോർ ദാൻ ദ ഡിസ്കൗണ്ടഡ് റേറ്റിനേക്കാളും കൂടുതലാണ്. ഇപ്പോൾ NPV പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ പ്രൊജക്റ്റിനെ എന്ത് ചെയ്യുക? ആക്സെപ്റ്റ് ചെയ്യുക. ഇഫ് പ്രൊജക്റ്റ് വന്നിട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് മീൻസ് എന്താണ്? ദ നെഗറ്റീവ് NPV ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ പ്രൊജക്റ്റ് ഈസ് നോട്ട് ഈവൻ കവറിങ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കൂടെ കവർ ചെയ്യാനുള്ള ഫണ്ട് ഏതിലില്ല? ഈ പ്രൊജക്റ്റിൽ ഇല്ല എന്നാണ് അർത്ഥം. സോ ഇഫ് ദ പ്രൊജക്റ്റ് ഈസ് നെഗറ്റീവ് ആണെങ്കിൽ, NPV നെഗറ്റീവ് ആണെങ്കിൽ ആ പ്രൊജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? റിജക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ദ ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ലെസ് ദാൻ ദ ഡിസ്കൗണ്ടഡ് റേറ്റ്. ഡിസ്കൗണ്ടഡ് റേറ്റിനേക്കാളും കുറവാണ് എന്ത്? നെഗറ്റീവ് ആണെങ്കിൽ. ഇനി the discount rate for obtaining the present value is same desired rate of return which may be equal to the cost of capital. നമ്മൾ ഡിസ്കൗണ്ടഡ് റേറ്റ് എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. 10% ഡിസ്കൗണ്ട് റേറ്റ് കാരണം പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ, 12%, 15% എന്നെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഈ ഡിസ്കൗണ്ട് റേറ്റ് ആക്ച്വലി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫ്രം ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഡിസ്കൗണ്ടഡ് റേറ്റ് കണ്ടുപിടിക്കുന്നത്. ഇഫ് ദ ഡിസ്കൗണ്ടഡ് റേറ്റ് റെപ്രസെന്റ് കമ്പനീസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, then the NPV represent the return of the company's shareholders over the above the കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ എന്താണ്? ഡിസ്കൗണ്ടഡ് റേറ്റ് എന്താണ്? കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് എന്താണ്? മോർ ദാൻ ദ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേണിനേക്കാളും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മോർ ആണെങ്കിൽ നെഗറ്റീവ് കിട്ടും. ഇഫ് ദ റിട്ടേൺ വന്നിട്ട് മോർ ആണ് ദാൻ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും മോർ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് NPV കിട്ടും.
Okay, ഇനി NPV method is also known as investors method. NPV method പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റേഴ്സ് മെത്തേഡ് എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, the positive NPV contributes to the wealth of the shareholders. പോസിറ്റീവ് NPV കിട്ടുകയാണെങ്കിൽ അത് എന്ത് ചെയ്യാണ്? ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്തിലേക്ക് അത് എന്ത് ചെയ്യാണ്? കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ NPVയുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? NPVയുടെ ഫോർമുല പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഓക്കെ, NPV is equal to എന്താണ്? പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ക്യാഷ് ഇൻഫ്ലോയുടെയും ക്യാഷ് ഔട്ട്ഫ്ലോയുടെയും ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? NPV എന്ന് പറയുന്നത്. ഇനി ഈ NPVയുടെ അഡ്വാൻറ്റേജസ് നോക്കാം. എന്തെല്ലാമാണ് അഡ്വാൻറ്റേജസ് എന്നുള്ളത്? അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ടൈം വാല്യൂ ഓഫ് മണി. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ NPVയിൽ പ്രസന്റ് വാല്യൂ ഓഫ് മണിയാണ് എടുക്കുന്നത്. ഇപ്പോഴത്തെ ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. മോഡേൺ ടെക്നിക്സ് പറഞ്ഞാൽ തന്നെ എന്താണ്? ടൈം വാല്യൂനെ കൺസിഡർ ചെയ്തതാണ് മോഡേൺ ടെക്നിക്സ്. NPV വൺ ഓഫ് ദ മോഡേൺ ടെക്നിക്സ് ആണ്. സോ നാച്ചുറലി NPV എന്തിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്? ടൈം വാല്യൂ ഓഫ് മണീനെ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ എന്താ നോക്കൂ. ഇറ്റ് കൺസിഡേഴ്സ് ദ ക്യാഷ് ഫ്ലോ സ്ട്രീം ഓവർ ദ എൻറ്റയർ ലൈഫ് ഓഫ് ദ പ്രൊജക്ട് എൻറ്റയർ ലൈഫ്, പ്രൊജക്ടിന് എത്രത്തോളം ലൈഫ് ഉണ്ട് ആ ഫുൾ ലൈഫിലുള്ള ക്യാഷ് ഇൻഫ്ലോനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? NPVയിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പേ ബാക്കിൽ എന്താണ്? പേ ബാക്ക് വരെയുള്ള പ്രോഫിറ്റ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. വേറസ് NPVയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എൻറ്റയർ പ്രൊജക്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻകത്തിന്, ഒരു പ്രൊജക്ടിന് എത്ര ലൈഫ് ഉണ്ട് ആ ഫുൾ ലൈഫിലുള്ള ഇൻകത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി തേർഡ് വൺ നോക്കൂ. ഇറ്റ് ഫോക്കസ് ദ അറ്റൻഷൻ ഓൺ ദ ഒബ്ജക്റ്റീവ് ഓഫ് മാക്സിമൈസേഷൻ ഓഫ് ദ വെൽത്ത് ഓഫ് ദ ഫേം. അപ്പൊ ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ NPVയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ഫേമിന്റെ വെൽത്ത് എന്ത് ചെയ്യാം? മാക്സിമൈസ് ചെയ്യാം. വെൽത്തിന്റെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് NPV നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അത് അറ്റൻഷൻ കൊടുക്കുന്നത്. Then fourth one, this method is more suitable when the cash inflows are not uniform. ഇപ്പൊ ക്യാഷ് ഇൻഫ്ലോ യൂണിഫോം അല്ലെങ്കിൽ ആ ടൈമിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡാണ് NPV. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് നമുക്ക് എല്ലാ പ്രൊജക്റ്റിലും എപ്പോഴും റെഗുലർ ആയിട്ട് ക്യാഷ് ഇൻഫ്ലോ വരണം എന്നില്ല അല്ലേ? ചിലപ്പോൾ ഇറഗുലാരിറ്റീസ് ഉണ്ടാവും, അൺയൂണിഫോം ഇൻഫ്ലോസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇറഗുലാരിറ്റി ക്യാഷ് ഇൻഫ്ലോ വരുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? NPV മെത്തേഡാണ്. ദിസ് മെത്തേഡ് ഈസ് ജനറലി പ്രിഫേർഡ് ബൈ എക്കണോമിസ്റ്റ്. അപ്പോൾ എക്കണോമിസ്റ്റ് എല്ലാം യൂഷ്വലി പ്രിഫർ ചെയ്യുന്ന മെത്തേഡാണ് ഏത്? NPV മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഈസ് ഹൈലി യൂസ്ഫുൾ ഇൻ കേസ് ഓഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റിലും ഏത് യൂസ്ഫുൾ ആണ്? NPV മെത്തേഡ് യൂസ്ഫുൾ ആണ്. ഇറ്റ് ഈസ് ദ ട്രൂ മെഷർ ഓഫ് പ്രോഫിറ്റബിലിറ്റി. ഒരു പ്രൊജക്റ്റ് ട്രൂ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യണമെങ്കിൽ അതിനെ ഫോളോ ചെയ്യേണ്ട മെത്തേഡ് ഏതാണ്? NPV ആണ്. അപ്പോൾ NPV മെത്തേഡിലൂടെ ഒരു പ്രൊജക്റ്റ് ട്രൂ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് NPV മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി യൂഷ്വലി അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജസ് നോക്കാം. ദിസ് മെത്തേഡ് മേ നോട്ട് പ്രൊവൈഡ് സാറ്റിസ്ഫാക്ടറി റിസൾട്ട് ഇൻ കേസ് ഓഫ് ടു പ്രൊജക്ട് ഹാവിങ് ഡിഫറെൻറ്റ് യൂസ്ഫുൾ ലൈഫ്സ്. ഇപ്പം രണ്ട് പ്രൊജക്റ്റിൽ ഡിഫറെൻറ്റ് ലൈഫാണെന്ന് വെക്കുക. ഇപ്പം നമ്മൾ യൂഷ്വലി രണ്ട് പ്രൊജക്റ്റിനെ കമ്പാരിസൺ ചെയ്യുമ്പോൾ രണ്ട് പ്രൊജക്റ്റിന് ഡിഫറെൻറ്റ് ലൈഫ് പീരീഡ് ആണ് ഉണ്ടെങ്കിൽ ദിസ് പ്രൊജക്റ്റ് എന്താവില്ല? സൂട്ടബിൾ അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൊജക്ട് A, പ്രൊജക്ട് B പറഞ്ഞിട്ടുണ്ട്. പ്രൊജക്ട് എയുടെ ലൈഫ് പീരിയഡ് പറയുന്നത് 10 years, പ്രൊജക്ട് ബിയുടെ ലൈഫ് പീരിയഡ് പറയുന്നത് 15 years ആണെന്ന് വെക്കുക. അപ്പോൾ ഈ രണ്ട് പ്രൊജക്റ്റിനെ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് മെത്തേഡ്? NPV മെത്തേഡ് ഈസ് നോട്ട് സൂട്ടബിൾ എന്നാണ് പറയുന്നത്. നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്താണ്? ദിസ് മെത്തേഡ് ഈസ് നോട്ട് സൂട്ടബിൾ ഇൻ കേസ് ഓഫ് പ്രൊജക്ട് ഇൻവോൾവിംഗ് ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോൾ ഈ നമ്മൾ A-B പ്രൊജക്ട് പറഞ്ഞു ഡിഫറെൻറ്റ് ഇയേഴ്സ് ആണെങ്കിൽ ഡിഫറെൻറ്റ് ലൈഫ് പീരീഡ് ആണെങ്കിൽ ദിസ് പ്രൊജക്ട് എന്താണ്? സാറ്റിസ്ഫാക്ടറി റിസൾട്ട് കിട്ടില്ല. അതേപോലെ തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ് കാര്യത്തിൽ. ഇഫ് A and B ഹാവിങ് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെന്റ് ലെവലാണെന്ന് വെക്കുക. ഇപ്പോൾ Aക്ക് വന്നിട്ട് 10 ലക്ഷവും Bക്ക് വന്നിട്ട് 20 lakhs ആണെന്ന് വെക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഈ പ്രൊജക്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ മെത്തേഡ് വെച്ച് പ്രൊജക്ട്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെന്റും അതേപോലെ ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റും ഡിഫറെൻറ്റ് ലൈഫ് പീരീഡ് ഉണ്ടെങ്കിൽ ദിസ് മെത്തേഡ് പറയുന്നത് NPV പറയുന്നത് എന്താണ്? നോട്ട് സൂട്ടബിൾ എന്നാണ് പറയുന്നത്. ഇനി തേർഡ് വൺ പറയുന്നത് എന്താണ്? ഡിഫറെൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ്സ് വിൽ ഗിവ് ഡിഫറെൻറ്റ് പ്രസൻറ്റ് വാല്യൂ.
As such, the relatively desirability of the project will change with the change in the discount rate. നമ്മൾ പറഞ്ഞ ഡിസ്കൗണ്ട് റേറ്റ് എടുക്കുമ്പോൾ ഇപ്പം ഡിഫറെൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ് എടുത്ത് വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിഫറെൻറ്റ് ആൻസേഴ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് ഈ പ്രൊജക്റ്റിന് എന്ത് ചെയ്യുക, ഈ NPV വെച്ചിട്ട് പ്രൊജക്റ്റിനെ സെലക്ട് ചെയ്യണത് പറഞ്ഞത് അതെന്താണ് അഡ്വൈസബിൾ അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 10% ഡിസ്കൗണ്ട് ഫാക്ടർ എടുത്ത് ചെയ്യാണ്, ഒരു ആൻസർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. 12% ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ച് ചെയ്യാന്ന് വെച്ചാൽ വേറൊരു ആൻസർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക NPV. ഇനി ഇപ്പോൾ 15% വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറൊരു ആൻസർ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ഡിസ്കൗണ്ടഡ് റേറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊജക്റ്റിനെ കമ്പാരിസൺ ചെയ്തിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, ഒരു കറക്റ്റായിട്ട് ഡിസിഷനിലേക്ക് എത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ നോക്കൂ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സെലക്ട് ദ ഡിസ്കൗണ്ട് റേറ്റ്. നമ്മൾ പറഞ്ഞു ഡിസ്കൗണ്ട് റേറ്റ് ബേസ്ഡ് ഓൺ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ നമ്മൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ടാണ് എന്ത് ഡിസ്കൗണ്ട് റേറ്റിനെ നമ്മൾ എന്ത് ചെയ്യാൻ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ 10%നോ 12%നോ പറഞ്ഞാൽ നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടറിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക് എന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് വന്ന് നോക്കുക, ഇറ്റ് ഇൻവോൾവ്സ് കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻ. ഇപ്പോൾ പേ ബാക്കിനെ പോലുള്ള സിമ്പിൾ കാൽക്കുലേഷൻ അല്ല ഏത് NPV ഒരുപാട് കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസ് ഉണ്ട്. സോ ദീസ് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് എന്താണ് NPV. ഇനി ഡിസിഷൻ റൂൾ ഇൻ അല്ലെങ്കിൽ സെലക്ഷൻ ക്രൈറ്റീരിയ, ഈ NPV സെലക്ഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് വന്നിട്ട് പോസിറ്റീവ്, ഇപ്പോൾ ഹൈ പോസിറ്റീവ് NPV ആണ് കിട്ടുന്നതെങ്കിൽ വി ക്യാൻ ആക്സെപ്റ്റ് ദ പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ രണ്ട് പ്രൊജക്റ്റിനെ ഇപ്പോൾ യൂഷ്വലി നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള NPV കിട്ടുകയാണെങ്കിൽ വി ക്യാൻ ആക്സെപ്റ്റ് ദ പ്രൊജക്റ്റ്. ആൻഡ് ഇഫ് യു ആർ ഗെറ്റിംഗ് എ നെഗറ്റീവ് NPV ആണെങ്കിൽ പ്രൊജക്റ്റിനെ എന്ത് ചെയ്യണം, റിജക്റ്റ് ചെയ്യണം. ഇഫ് ദ NPV ഈസ് നെഗറ്റീവ് വി വാണ്ട് ടു റിജക്ട് ദ പ്രൊജക്റ്റ്. ഇഫ് ദ എന്താണ് പ്രൊജക്റ്റ് ഈസ് പോസിറ്റീവ് ആണെങ്കിൽ വി ക്യാൻ ആക്സെപ്റ്റ് ദ പ്രൊജക്റ്റ്. ഇൻ കേസ് ഓഫ് കമ്പാരിസൺ, ഇപ്പോൾ കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ വിച്ച് പ്രൊജക്റ്റ് ഈസ് ഹാവിങ് ഹയസ്റ്റ് NPV ആ പ്രൊജക്റ്റിനെ വേണം എന്ത് ചെയ്യാൻ, സെലക്ട് ചെയ്യാൻ. സപ്പോസ് ഇഫ് യു ഹാവിങ് A and B പറഞ്ഞ രണ്ട് പ്രൊജക്റ്റ് ഉണ്ട്, ഈ രണ്ട് പ്രൊജക്റ്റിനെ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഏത് പ്രൊജക്റ്റിനാണോ ഹയസ്റ്റ് NPV കിട്ടുന്നത് ആ പ്രൊജക്റ്റിനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സെലക്ട് ചെയ്യാൻ.